ാണ് പോകുന്നത്. പഞ്ചാബ് മിലിറ്ററി ക്യാമ്പിലെ വെടിവെപ്പിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ്. ബറ്റിൻഡ മിലിറ്ററി സ്റ്റേഷനിലെ ആർമി ഗണ്ണർ മോഹൻ ദേശായിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായി ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങളുമായി ആൻസില റേച്ചൽ സണ്ണി നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ആൻസില, എന്താണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ പ്രതിയെ പ്രകോപിപ്പിച്ചത്? ദേവിക, ബറ്റിൻഡ മിലിറ്ററി ക്യാമ്പിലെ ഏപ്രിൽ 12-ാം തീയതി പുലർച്ചെ 4 മണിയോട് ഉണ്ടായ വെടിവെപ്പിൽ ഇന്നൊരാൾ അറസ്റ്റിലായിരിക്കുകയാണ് എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി ലഭിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാൽ ആണ് ഇദ്ദേഹം സഹപ്രവർത്തകരെ വെടിവെച്ചതെന്നാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 12 മുതൽ പോലീസും പഞ്ചാബ് സൈന്യവും സംയുക്തമായി ഇതിനുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനമായും ഈ ബറ്റിൻഡ മിലിറ്ററി സ്റ്റേഷനിൽ നിന്ന് തന്നെയുള്ള ഒരു സൈനികനാണ് ഇയാളെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആർമി ഗണ്ണറായ മോഹൻ ദേശായി ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് തൻ്റെ സഹപ്രവർത്തകരെ വെടിവെച്ചതെന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഇന്നലെ 4 ജവാന്മാരെ പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വെടിവെപ്പ് സംഭവത്തിലെ സാക്ഷിയായ മേജർ അശുതോഷ് ശുക്ലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അജ്ഞാതരായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇതിലാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 4 ജവാന്മാരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സാഗർ, കമലേഷ്, സന്തോഷ്, യോഗേഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവർ സൈന്യത്തിലെ പീരങ്കി വിഭാഗത്തിൽ പെട്ടവരായിരുന്നു. എന്താണ് ഇവരെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്, അതിന് പിന്നിലെ കാരണം തുടങ്ങിയവ ഒന്നും വ്യക്തമായിട്ടില്ല. വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് മാത്രമേ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ വെടിവെപ്പിനോട് അനുബന്ധിച്ച വിഘടനവാദി നേതാവ് അമൃത്പാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള വാരിസ് പഞ്ചാബ് സേയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും ഊഹാപോഹങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മോഹൻ ദേശായിയുടെ അറസ്റ്റോടുകൂടി ഈ ആക്രമണത്തിന് പിന്നിൽ യാതൊരു തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വാരിസ് പഞ്ചാബ് സേയ്ക്കും പങ്കില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ദേവിക, മനസ്സിലായ മറ്റൊരു കാര്യം, മോഹൻ ദേശായിക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലങ്ങളുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? മറ്റാർക്കെങ്കിലും ഈ ഒരു സംഭവത്തിൽ പങ്കുള്ളതായി അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മറ്റാരെങ്കിലും ശ്രമിച്ചതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പ്രധാനമായും മോഹൻ ദേശായിയെ ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. അയാൾ വ്യക്തിപരമായ കാരണങ്ങളാലാണ് തന്റെ 4 സഹപ്രവർത്തകരെ വെടിവെച്ചത് കൊന്നു എന്ന് മാത്രമേ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഈ വ്യക്തിപരമായ കാരണങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ഈ കൊലയ്ക്ക് പിന്നിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്നോ തുടങ്ങിയവയൊന്നും ഇതുവരെയും പുറത്തുവിട്ടില്ല. ഇത് ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായും സ്ഥിരീകരിക്കുക. അതോടൊപ്പം തന്നെ ഇയാൾക്ക് പുറമെ ഒരാൾക്കെതിരെയും കൂടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പോലീസ് 4 പേരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വെടിവെപ്പിന് സാക്ഷിയായ അശുതോഷ് ശുക്ല, മേജർ അശുതോഷ് ശുക്ലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 2 അജ്ഞാതരായവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർ മിലിറ്ററി ക്യാമ്പിൽ ഉള്ളവർ തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ആർമി ഗണ്ണറായ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ദേവിക, ശരി. ആൻസിലയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.